permutation and combination. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിനെ പറ്റിയാണ്. ഇവിടുന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടേഷൻ ഓർഡറിന് പ്രസക്തിയുള്ളത്, ഓർഡറിന് പ്രസക്തി ഉണ്ടെങ്കിൽ പെർമ്യൂട്ടേഷൻ, ഓർഡറിന് പ്രസക്തി ഇല്ലെങ്കിൽ അത് കോമ്പിനേഷൻ. അതാണ് ഇവിടുന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഓർഡറിന് പ്രസക്തി ഉണ്ടെങ്കിൽ പെർമ്യൂട്ടേഷൻ, ഓർഡറിന് പ്രസക്തി ഇല്ലെങ്കിൽ കോമ്പിനേഷൻ. ഏതുപോലെ ഇപ്പൊ നോക്ക്, നിങ്ങളുടെ ക്ലാസ്സിലുള്ള 4 കുട്ടികളിൽ നിന്ന് 2 കുട്ടികളെ സെലക്ട് ചെയ്യണം. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ എ ബി സി ഡി 4 കുട്ടികളുണ്ട്. ഈ 4 കുട്ടികളിൽ നിന്ന് ഏതെങ്കിലും 2 കുട്ടികളെ മാത്രമേ സെലക്ട് ചെയ്യണം. എനിക്ക് വേണമെങ്കിൽ ആ എനും ബിനും സെലക്ട് ചെയ്യാം. അതന്നെയല്ലേ ഇപ്പൊ വേറെ ആൾ പറയണേ, ഞാൻ എന്നാ ബിനും എനെ എടുക്കണത്, ബിനും എനും എടുത്തു, അത് 2 എടുക്കുന്നതും സെയിം അല്ലേ? എനും ബിനും എടുക്കുന്നതും ബിനും എനും എടുക്കുന്നതും സെയിം അല്ലേ? 2 കുട്ടികളെ എടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഏത് രൂപത്തിലാണ് എടുത്തൂടെ? 2 ഓർഡർ പ്രസക്തി ഉണ്ടോ? എ ബി എടുക്കുന്നതും ബി എടുക്കുന്നതും വലിയ വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസമില്ല. നേരെ മറിച്ച് നിങ്ങളെ കയ്യിൽ എ ബി സി ഡി എന്നുള്ള ലെറ്റേഴ്സ് തന്നു. ഈ ലെറ്റേഴ്സ് തന്നിട്ട് ഇതുകൊണ്ട് എത്ര ഡിഫറെന്റ്, എത്ര 2 അക്ക വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? അപ്പോ എത്ര 2 അക്ക വേർഡ്സ്, 2 ലെറ്റർ ഉള്ള എത്ര വേർഡ്? എ ബി ഉണ്ടാക്കാം, ബി ഉണ്ടാക്കാം. ഇത് എ ബി ആണ്, ഇത് ബി ആണ്. 2 അർത്ഥ വ്യത്യാസമുണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ നോക്കൂ, നിങ്ങൾക്ക് 1 2 3 4 ഈ 4 നമ്പർ തന്നു. എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം? ഒരാൾക്ക് 12 ഉണ്ടാക്കാം, ഒരാൾക്ക് 21 ഉണ്ടാക്കാം. ഇത് 2 തന്നെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എ ബി എടുക്കുന്നതും ബി എടുക്കുന്നതും സെയിം ആണ്. 4 ആൾക്കാരിൽ നിന്ന് 2 ആൾക്കാരെ എടുക്കാൻ പറയുമ്പോൾ അവിടെ ഓർഡറിന് പ്രസക്തി ഇല്ല. ഇങ്ങനെ എടുത്താലും ഒക്കെ സെയിം തന്നെയാണ്. നേരെ മറിച്ച് 1 2 3 4 എന്നുള്ള ലെറ്റർ ഡിജിറ്റ് നിന്ന് ഏതെങ്കിലും 2 ഡിജിറ്റ് ഉള്ള ഏതെങ്കിലും 2 നമ്പർ എടുക്കാൻ പറഞ്ഞാൽ 1 2 2 1 എടുത്ത 2 തന്നെയാണ്. ഇവിടെ ഓർഡറിന് പ്രസക്തി ഉണ്ട്. 1 2 എഴുതുമ്പോഴും 2 1 എഴുതുമ്പോഴും വ്യത്യാസമുണ്ട്. Therefore, this is the permutation, this is the combination. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഓർഡറിന് പ്രസക്തി ഇല്ല, പെർമ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഓർഡറിന് പ്രസക്തിയുണ്ട്. ഇതാണ് ഈ ചാപ്റ്ററിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാക്ടോറിയലിനെ പറ്റിയിട്ടാണ്. ഫാക്ടോറിയൽ. What is 3 factorial? 3 factorial is equal to 1 into 3 into 4. Sorry, 1 into 2 into 3. What is 4 factorial? 1 into 2 into 3 into 4. What is 5 factorial? 1 into 2 into 3 into 4 into 5. What is 6 factorial? 1 into 2 into 3 into 4 into 5 into 6. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, what is 0 factorial? 0 factorial is equal to 1, 1 factorial is equal to 1, 0 factorial is equal to 1 and 1 factorial is equal to 1. നമുക്ക് ഇവിടെ ഇത് നോക്കാം. 6 factorial is equal to 1 into 2 into 3 into 4 into 5. Starting from here. Now നോക്കൂ, 6 factorial is equal to 1 into 2 into 3 into 4 into 5 into 6. Okay. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 6 ഫാക്ടോറിയൽ എടുക്കുമ്പോൾ 6നേക്കാൾ ചെറിയ നമ്പർ പറയും. അപ്പോൾ ഒരാൾ പറയണേ 4. ഓക്കെ, 4 അല്ലേ? അങ്ങനെയാണെങ്കിൽ 6 ഫാക്ടോറിയൽ is equal to 4 ഫാക്ടോറിയൽ into 1 കൂട്ടാം 5, ഒന്നുകൂടി കൂട്ടാം 6. നമുക്ക് ഫാക്ടോറിയൽ ഇതിന് മാത്രമേ ഉള്ളൂ. 6 ഫാക്ടോറിയൽ is equal to 6നേക്കാൾ ചെറിയ നമ്പർ പറയാം 4 ഫാക്ടോറിയൽ, പിന്നെ കൂട്ടി എഴുതുക 5 6 ആണ്. ഇനി ഒരാൾ പറയുന്നത് 6 ഫാക്ടോറിയൽ. ഓക്കെ, 3. അങ്ങനെയാണെങ്കിൽ 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ. ഇനി കൂട്ടി എഴുതുക 4 5 6. Therefore നോക്കാം, 3 ഫാക്ടോറിയൽ into 4 into 5 into 6. 3 ഫാക്ടോറിയൽ 4 into 5 into 6. അങ്ങനെയാണെങ്കിൽ 7 ഫാക്ടോറിയൽ is equal to 4 ഫാക്ടോറിയൽ into പിന്നെ ബാക്കി എത്ര ആയിരിക്കും? 4 ഫാക്ടോറിയൽ into പിന്നെ 4 കൂടെ ഒന്ന് കൂട്ടുമ്പോൾ 5. ഇവിടെ ഫാക്ടോറിയൽ വേണ്ട, 5 into 6 into 7. 10 ഫാക്ടോറിയലിനെ എങ്ങനെ 6 ഫാക്ടോറിയൽ ടേംസിൽ എഴുതാൻ പറ്റും? 10 ഫാക്ടോറിയൽ എപ്പോൾ നോക്കണം, ശ്രദ്ധിക്കണം. 10 ഫാക്ടോറിയൽ പറയുമ്പോൾ അതിനേക്കാൾ ചെറിയ നമ്പർ വേണം അടുത്ത് പറയാനേ. 10 ഫാക്ടോറിയൽ is equal to 6 ഫാക്ടോറിയൽ into ഇനി കൂട്ടി എഴുതുമ്പോൾ 7, ഇനി ഒന്നുകൂടി കൂട്ടി എഴുതുമ്പോൾ 8, ഒന്നുകൂടി കൂട്ടി എഴുതുമ്പോൾ 9 into 10. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക? ചെറുന്ന് സ്റ്റാർട്ട് ചെയ്യുക, കൂട്ടി കൊണ്ടുവരിക, വലുതാവുന്നത് വരെ എഴുതി വെക്കുക. That is the factorial notation.
10 factorial is equal to നോക്ക് 10 factorial എങ്ങനെ 8 factorial ഫോർമാറ്റിൽ എഴുതാൻ പറ്റും 8 factorial into ബാക്കി 9 into 10. This is the factorial notation. Okay. ഇവിടുന്ന് സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ് 1 by 8 factorial plus 1 by 9 factorial is equal to x by 10 factorial. 1 by 8 factorial plus 1 by 9 factorial equal to x by 10 factorial. What is the value of x? ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ x അല്ലേ കാണേണ്ടത് ഈ 10 factorial ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 10 factorial into 1 by 8 factorial plus 1 by 9 factorial equal to x. We'll multiply ചെയ്യുമ്പോൾ 10 factorial by 8 factorial 10 factorial by 9 factorial equal to x. And the 10 factorial ഈ 10 factorial 8 factorial ഫോർമാറ്റിൽ എഴുതാൻ പോവാണ്. അപ്പോൾ ഈ 10 factorial പറയുന്നത് എഴുതിക്കൂടെ 8 factorial into 9 into 10 എഴുതിക്കൂടെ 10 factorialനെ 8 factorial കൂട്ടി എഴുതി 9 ഉം 10 ഉം divided by 8 factorial. ഈ 10 factorial by 9 factorial നെ താഴെ 9 factorial എഴുതി വെച്ചു. ഈ 10 factorial നെ 9 factorial ടേംസിൽ എഴുതുമ്പോൾ 9 factorial into 10 equal to x. ഞാൻ ഈ 8 factorial ഇത് വിട്ടുപോയി 9 into 10 90 plus 10 equal to x. Therefore x equal to 100. നോക്കൂ 1 by 8 factorial plus 1 by 9 factorial is equal to x by 10 factorial. അങ്ങനെ വന്നാൽ x ന്റെ വാല്യൂ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 10 factorial ഇങ്ങനെ ഈ ഫോർമാറ്റിൽ എത്തിക്കും ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി ചെറുതിന്റെ ഫോർമാറ്റിൽ വലുതിനെ മാറ്റി എഴുതും. ചെറുതിന്റെ ഫോർമാറ്റിൽ വലുതിനെ മാറ്റി എഴുതും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, next one NPR permutation. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ permutation NPR. NPR എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം n എഴുതി p ഒന്ന് വലുതാക്കി എഴുതി r താഴേക്ക് എഴുതി NPR. NPR is equal to n factorial by n minus r factorial. NPR is equal to n factorial by n minus r factorial. Then what is NP0? NP0 is equal to n factorial by n minus 0 factorial. ഇവിടെ r സ്ഥാനത്ത് 0 ആണ്. Therefore n factorial by n factorial that is equal to 1. അതിനർത്ഥം NP0 equal to 1 അഥവാ 7P0 equal to 1, 8P0 equal to 1. ദാ ഇതിന് പകരം വേറെ നമ്പർ കൊടുക്കുമ്പോൾ 9P0 equal to 1. എക്സാം ചോദിക്കും 7P0 equal dash 7P0 is equal to 1. ഒന്നില്ലെങ്കിൽ ഒറ്റയടിക്ക് എഴുതി വെക്കുക, അതല്ലെങ്കിൽ ചെയ്തു വെക്കണം. NP0 അതേപോലെ 7P0 ചെയ്തുമ്പോൾ 7P0 is equal to 7 factorial by 7 minus 0 factorial equal to 7 factorial by 7 minus 0 7 factorial വെട്ടി പോകുമ്പോൾ that is equal to 1. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കുക NP0. ഓക്കെ, അതുപോലെ ഇതാണ് NPR. എന്തായിരിക്കും NCR? NPR is equal to n factorial by n minus r factorial. അതേപോലെ NCR is equal to n factorial by r factorial into n minus r factorial. NCR is equal to n factorial divided by r factorial into n minus r factorial. ഇതിനേക്കാൾ ഇവിടെ അധികം എന്ത് മാത്രമേ ഉള്ളൂ? ഒരു divided by r factorial ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ കൊടുത്താലോ r factorial into NCR is equal to n factorial by n minus r factorial. ഈ r factorial നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ r factorial into NCR is equal to n factorial by n minus r factorial. ആരാണ് n factorial by n minus r factorial? That is equal to NPR. Equal to NPR. എക്സാം ചോദിക്കും r factorial into NCR is equal dash equal to NPR. r factorial into NCR is equal to NPR. ഇങ്ങനെ ചോദിക്കാം NCR is equal to NPR by r factorial. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. r factorial into NCR is equal to NPR. NCR is equal to NPR by r factorial. Okay. എക്സാം ചോദിക്കാണ് what is 7P0? 7P0 1 ആണ്. What is 8P0?
1 ആണ്. What is 9p0? 1 ആണ്. In general np0 equal to 1 ആയിരിക്കും. അതുപോലെ what is 7p1? ചെയ്തു നോക്കിക്കോളൂ. 7p1 is equal to 7 factorial by 7 minus 1 factorial equal to 7 factorial by 6 factorial equal to എന്താണ് 7 factorial? അതിന് ചെറുതിന്റെ ഫോർമാറ്റിൽ എഴുതുമ്പോൾ 6 factorial into 7 by 6 factorial വെട്ടി പോകുമ്പോൾ equal to 7. 7p1 equal to 7. അതേപോലെ നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ 8p1 equal to 8, 9p1 equal to 9, 10p1 equal to 10. In general np1 equal to n ആയിരിക്കും. np1 is equal to n ആയിരിക്കും. അതേപോലെ np0 equal to 1 ആയിരിക്കും. np0 equal to 1, അതേപോലെ np1 equal to n. അതുപോലെ നമുക്ക് ncn ഉണ്ട്. nc0 equal to 1, nc1 equal to n. ഇത് ബൈ ഹാർട്ട് പഠിച്ചു നോക്കണം. nc0 equal to 1, nc1 equal to n. അതേപോലെ np0 equal to 1, np1 equal to n. np0 equal to 1, np1 equal to n. nc0 equal to 1, nc1 equal to n. ഈ റിസൾട്ട് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു നോക്കണം. ഓക്കെ. അതുപോലെ കോമ്പിനേഷനിൽ പഠിക്കേണ്ട വേറൊരു കാര്യം പാസ്കൽ ട്രയാങ്കിൾ ആണ്. പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 1 1 1 1 2 1 1 3 3 1 1 4 6 4 1 1 5 10 10 5 1. പാസ്കൽ ട്രയാങ്കിൾ വേറെ ഒന്നുമല്ല. ഇവിടെ 1 എഴുതും, ഇവിടെ 1 എഴുതും, പിന്നെ ഇവിടെ 1 എഴുതും, ഇവിടെ 1 എഴുതും, 1 1 1 1 അങ്ങനെ താഴേക്ക് പോകും. ഇനി ഈ 1 1 കൂട്ടി 2, 1 2 കൂട്ടിയ 3, 2 1 കൂട്ടിയ 3, 1 3 കൂട്ടിയ 4, 3 3 കൂട്ടിയ 6, 3 1 4, 1 4 കൂട്ടിയ 5, 4 6 10, 6 4 10, 4 1 5. ഇനി പഠിത്തായിരിക്കും വരിക ഇവിടെയും അവിടെയും 1 1 5 6 15 20 15 6 അങ്ങനെ. ഇതാണ് പാസ്കൽ ട്രയാങ്കിൾ. ഈ പാസ്കൽ ട്രയാങ്കിളിൽ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഇതിൽ രണ്ടാം നമ്പറില്ലേ അതാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് 0 ഡിനോട്ട് ചെയ്യുന്ന നമ്പറാണ്. ഇത് 1 ഡിനോട്ട് ചെയ്യുന്ന നമ്പറാണ്. ഇത് 2 ഡിനോട്ട് ചെയ്യുന്ന റോ ആണ്. ഇത് 3 ഡിനോട്ട് ചെയ്യുന്ന റോ ആണ്. ഇത് 4 ഡിനോട്ട് ചെയ്യുന്ന റോ ആണ്. ഇത് 5 ഡിനോട്ട് ചെയ്യുന്ന റോ ആണ്. ഇത് 6 ഡിനോട്ട് ചെയ്യുന്ന റോ ആണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ ഇത് 5 ഡിനോട്ട് ചെയ്യുന്ന റോ അല്ലേ, അങ്ങനെയാണെങ്കിൽ ഇത് 5c0 ആയിരിക്കും. ഇത് 5c സ്റ്റാർട്ടിംഗ് ഫ്രം 0, 5c0 ആയിരിക്കും. അത് 5c1 ആയിരിക്കും, അത് 5c2 ആയിരിക്കും, ഇത് 5c3 ആയിരിക്കും, 5c4 ആയിരിക്കും, 5c5 ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടി മേലേക്ക് നോക്കാം. ഇത് ആരൊക്കെ ആയിരിക്കും ഉണ്ടാവുക? ഇത് 4 ഉണ്ടല്ലേ, ഇത് 4c0 ആയിരിക്കും, 4c1, 4c2, 4c3, 4c4 ആയിരിക്കും, ഉറപ്പായിട്ടും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്ക്, 4c0യും 4c4ഉം സെയിം അല്ലേ? 4c0യും 4c4ഉം സെയിം അല്ലേ? അതേപോലെ 4c1ഉം 4c3യും സെയിം അല്ലേ? 4c1ഉം 4c3യും സെയിം അല്ലേ? സെയിം ആണ്. എങ്ങനെ മനസ്സിലാക്കുക ഏതൊക്കെ സെയിം ആണെന്ന്? ഇപ്പോ 4c ചോദിക്കുകയാണ്, 8c5ഉം അത് ആരായിട്ട് ഈക്വൽ ആവുക? 8c3 ആയിട്ടാണ് ഈക്വൽ ആവുക. 8c5ഉം 8c3 രണ്ട് രൂപത്തിൽ മനസ്സിലാക്കാം. ഒന്നില്ലെങ്കിൽ 5 + 3 = 8 വരും. ഈ 5ഉം 3ഉം കൂട്ടിയാൽ 8 വരും. അല്ലെങ്കിൽ 8 - 5 = 3. ഒന്നില്ലെങ്കിൽ 5ഉം 3ഉം കൂട്ടി 8 വരും, അല്ലെങ്കിൽ 8 - 5 = 3. നോക്ക്, 9c4 ആരായിട്ട് ഈക്വൽ ആവുക? 9c, 9 - 4 5. ഒന്നിനെ അങ്ങനെ പറയാം, അല്ലെങ്കിൽ 4ഉം 5ഉം കൂട്ടി 9 കിട്ടുമല്ലോ. therefore ഇവിടെ 5. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. ഇനി പാസ്കൽ ട്രയാങ്കിളിൽ നിന്ന് ഒരുപാട് പ്രോപ്പർട്ടികൾ കിട്ടും. അപ്പൊ ആലോചിച്ച് പറയാം, ഇത് എന്തായിരിക്കും വരിക? 3. ഇത് 3c0, 3c1, 3c2, 3c3 ഉറപ്പായിട്ടും ആയിരിക്കും. 3c1ഉം 3c2ഉം 3c3 ആ ഫോർമാറ്റിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നോക്കൂ, 1 1 1 1 1 1 1 കൂട്ടിയ 2, ഇവിടെയും 1 ഇവിടെയും 1, 1ഉം 2ഉം കൂട്ടിയ 3, 2ഉം 1ഉം കൂട്ടിയ 3, ഇവിടെയും 1 ഇവിടെയും 1, 1ഉം 3ഉം കൂട്ടിയ 4, 3ഉം 1ഉം കൂട്ടിയ 6, 3ഉം 1ഉം കൂട്ടിയ 4, 1ഉം 4ഉം ഇവിടെയും 1 ഇവിടെയും 1, 1ഉം 4ഉം കൂട്ടിയ 5, 10 10 5.
ആണല്ലോ. ഇങ്ങനെയാണ് പാസ്കൽ ട്രയാങ്കിൾ പോണത്. ഇത് ആരും ഡിനോട്ട് ചെയ്യുന്നതാ? ഇത് 5 ഡിനോട്ട് ചെയ്യുന്നതാ. ഈ റോ ആരും ഡിനോട്ട് ചെയ്യുന്ന റോയാ? 4 ഡിനോട്ട് ചെയ്യുന്ന റോ ആണ്. ഈ റോ ആരും ഡിനോട്ട് ചെയ്യുന്ന റോ ആണ്? 3 ഡിനോട്ട് ചെയ്യുന്ന റോ ആണ്. ഈ റോയോ 2, ഈ റോയോ 1, ഈ റോയോ 1, 0. അങ്ങനെയാണെങ്കിൽ ഇത് ആരാ ശരിക്ക്? ഇത് 3C0 അല്ലേ? ഇത് 3C1 അല്ലേ? ഇത് 3C2 അല്ലേ? ഇത് 3C3 അല്ലേ? ഇത് 4C0 അല്ലേ? ഇത് 4C1 അല്ലേ? ഇത് 4C2 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂട്ടിയല്ലേ ഇത് കിട്ടുക? ഇത് രണ്ടും കൂട്ടിയല്ലേ ഇത് കിട്ടുക? അപ്പൊ എക്സാം ചോദിക്കുകയാണ്, വാട്ട് ഈസ് 3C0 പ്ലസ് 3C1? 3C0 പ്ലസ് 3C1 എന്ന് പറഞ്ഞാൽ that is equal to 4 ആയിരിക്കും, അഥവാ 4C1 ആയിരിക്കും. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. എക്സാം ചോദിക്കുകയാണ്, വാട്ട് ഈസ് 4C2 പ്ലസ് 4C3? 4C2 അങ്ങനെ അടുത്ത ആൾക്കാർ ചോദിക്കുള്ളൂ. 4C2 പ്ലസ് 4C3. ഓക്കെ, അങ്ങനെ വന്നാൽ 4 അല്ലേ കിടക്കുന്നത്? 1 1 1 1 2 1 2ന്റെ, ഇത് 3ന്റെ, ഇത് 4ന്റെ. 4 എന്ന് ചോദിച്ചാൽ 5 കൂടി എഴുതി വെക്കണം. 1 പ്ലസ് 4 5, 4 പ്ലസ് 6 10, 6 പ്ലസ് 4 10, 4 പ്ലസ് 1 5, 1. ഓക്കെ, ഇവിടെ ചോദിക്കുന്നത് 4C2 പ്ലസ് 4C3 അല്ലേ? ആരാണ് 4C2? 4C2 എന്ന് പറഞ്ഞാൽ ഇത് 4, ഇത് 4ന്റെ ഒപ്പം 4C0, 4C1, 4C2. 4C2ഉം 4C3യും കൂടി ചേർന്നാൽ ഇതല്ലേ കിട്ടുക? ഇത് പറഞ്ഞ ആരാ? 5C0, 5C1, 5C2, 5C3 ഈക്വൽ ടു 5C3 ആയിരിക്കും ആൻസർ. ഓക്കെ, ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൂടി കൊടുക്കാം. എന്തായിരിക്കും 3C1 പ്ലസ് 3C2? 3C1 എന്ന് പറയുന്നത് മൂന്നാമത്തെ റോയില് 3C0, 3C1, 3C1ഉം 3C2ഉം കൂടി ചേർന്നാൽ ഇതല്ലേ കിട്ടുക? ഇത് പറഞ്ഞാരാ? 4C0, 4C1, 4C2 ഈക്വൽ ടു 4C2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 7C2 ഈക്വൽ ടു 7CR. 7C2 ഈക്വൽ ടു 7CR. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് R? ആറിന് രണ്ട് ആൻസർ സ്വീകരിക്കാം. ഒന്നില്ലെങ്കിൽ R2 തന്നെ ആവാം. R2 ആവുമ്പോൾ 7C2 ഈക്വൽ 7C2 ആവില്ലേ? R ഈക്വൽ 2 ആവാം. അല്ലെങ്കിൽ R5 ആയാലും ഒരു കുഴപ്പമില്ല. എന്തേ കാരണം? 7 - 2. ഇവിടെ 7C2 ഈക്വൽ 7C5 അല്ലേ? എന്തേ കാരണം? 2 + 5 ഈക്വൽ 7 ആണ്. അപ്പോൾ 7C2 ഈക്വൽ 7C5 ആയതുകൊണ്ട് 7C2 ഈക്വൽ 7CRൽ ആറിന് എന്തൊക്കെ വില സ്വീകരിക്കാൻ ചോദിച്ചാൽ R2 എന്തായാലും ആവാം. രണ്ടാമത്തെ കേസ് R5 ആയാലും കുഴപ്പമില്ല. കാരണം ക്ലിയർ ആണല്ലോ. 7C2 ഈക്വൽ ടു 7CR, then R is equal to and R is equal to 5. അങ്ങനെ ചോദിക്കട്ടെ, 7C2 equal to 7CR. Okay, 7C2 equal to 7CR. Then 5CR equal to dash. 7C2 equal 7CR, then 5CR equal to dash. 5CR ആണ് കാണേണ്ടത്. 5CR കാണുമ്പോൾ R എന്താണെന്ന് അറിയേണ്ടി വരും. R കാണാൻ ഇവിടെ ടെക്നിക്ക് ഉണ്ട്. R രണ്ട് രൂപത്തിൽ കാണാം കേട്ടോ. ഇവിടെ പ്രത്യേകം പറയാനുണ്ട്. ചോദ്യം ഒന്നും മാറ്റി എഴുതാം. 7C2 equal to 7CR, 7C2 equal to 7CR, then where R not equal to 2, then 6CR equal to dash. 7C2 equal to 7CR, where R not equal to 2, then 6CR equal to dash. ഈ ചോദ്യം വന്നാൽ എന്ത് ചെയ്യും? ഓക്കെ, 7CR equal to 7C2. അപ്പൊ R രണ്ട് പോസിബിലിറ്റി, ഒന്നിന് R2 ആവാം, അല്ലെങ്കിൽ R 7 - 2 5 ആവാം. അപ്പൊ R2 ആവാൻ പാടില്ല എന്ന് ചോദ്യം പറഞ്ഞേക്കുന്നു. അപ്പൊ R എന്താവാം? 5 ആവാം. Therefore നമുക്ക് കാണുന്നത് 6CR അല്ലേ? 6CR is equal to 6C5. എന്താ 6C5? ചെയ്ത് നോക്ക് തന്നെ. 6 factorial by 5 factorial into 6 - 5, that is 1 factorial. That is equal to ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 6 എന്ന് ആൻസർ കിട്ടും. ഓക്കെ.
Next problem. NP5 is equal to 42 NP3. NP5 is equal to 42 NP3. Then what is the value of N? Okay. NP5 is equal to NP5 is equal to 42 NP3. What is the value of N? ഇങ്ങനെ വന്നാൽ നമുക്ക് വൃത്തിയാക്കി എഴുതി വെക്കണേ. NP5 is equal to N factorial by N minus 5 factorial equal to 42 into N factorial by N minus 3 factorial. Okay. നമ്മൾ 42 വെച്ചിട്ട് ബാക്കിയെല്ലാം ഈ സൈഡിൽ കൊണ്ടുവരാം. ഈ സൈഡിൽ കൊണ്ടുവരുമ്പോൾ N factorial by N minus 5 factorial is equal to into N minus 3 factorial divided by N factorial is equal to 42. ഈ N factorial already cut ചെയ്തു പോയി. ബാക്കി ഉണ്ടാവുക N minus 3 factorials by N minus 5 factorial equal to 42. Okay. നോക്കൂ, 8 factorial by 5 factorial വന്നാൽ നമ്മൾ ആർക്കാണ് ചേഞ്ച് വരുത്തുക? അതിലെ വലിയ ആൾക്ക് 8 factorial. ഏതിന്റെ ഫോർമാറ്റിൽ? താഴത്തിന്റെ ഫോർമാറ്റിൽ 5 factorial into 6 into 7 into 8 divided by 5 factorial. ആർക്ക് ചേഞ്ച് ഇല്ല? ചെറുതിന് ചേഞ്ച് ഇല്ല. താഴത്തിനല്ല, ചെറുതിന് ചേഞ്ച് ഇല്ല. വലുതിനാണ് ചേഞ്ച് വരുത്തുക. ഏതിന്റെ ഫോർമാറ്റിൽ? ചെറുതിന്റെ ഫോർമാറ്റിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരാണ് വലുത്? നിന്ന് 3 കുറച്ചത്, ഇത് നിന്ന് 5 കുറച്ചത്. അപ്പൊ വലുത് ഇതാണ്. അപ്പൊ ഇതിനൊരു ചേഞ്ചും വരുത്തണ്ട. വലുതിനെ ചെറുതിന്റെ ഫോർമാറ്റിൽ മാറ്റം വരുത്താം. മാറ്റം വരുത്തുമ്പോൾ N minus 3 factorial വരാം. N minus 5 factorial ഒന്ന് കൂട്ടി, ഒന്ന് കൂട്ടുമ്പോൾ N minus 4, ഒന്നുകൂടി കൂട്ടി N minus 4 plus 1 N minus 3. ഓക്കെ, നോക്ക് 8 factorial by 5 factorialനെ 5 factorial into കൂട്ടി എഴുതി. അതേപോലെ N minus 5 factorial into ഒന്ന് കൂട്ടുമ്പോൾ N minus 5 plus 1 N minus 4 into N minus 3 by N minus 5 factorial is equal to 42. Okay. ഇനി ഈ N minus 5 factorialum N minus 5 factorialum മട്ടിപ്പോയി. ബാക്കി ഉണ്ടാവുക N minus 4 into N minus 3 equal to 42. അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. N into N square. N into minus 3 minus 3n minus 4n plus 12 equal to 42. ഈ 12 അങ്ങോട്ട് കൊണ്ടുപോയി, അല്ലെങ്കിൽ 42 ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇത് വൃത്തിയാക്കി എഴുതി. N square minus 7n minus 30 equal to 0. This is a quadratic equation. Okay. ഈ quadratic equationനെ നമ്മൾ സോൾവ് ചെയ്യാൻ പോകണം. സോൾവ് ചെയ്യുമ്പോൾ n is equal to minus b 7 plus or minus root of b square minus 4 into 1 into c divided by 2 into 1. N is equal to 7 plus or minus 49 4 into 30 120 divided by 2. That is 7 plus or minus root 169 30 by 2. അപ്പോൾ ഒരു ആൻസർ 7 plus 13 by 2 വരും. ഒരു ആൻസർ 7 minus 13 by 2 വരും. 7 plus 13 by 2 പറയുമ്പോൾ 20 by 2 equal to 10. ഒരു ആൻസർ നെഗറ്റീവ് ആൻസർ നമ്മൾ പരിഗണിക്കൂല. കാരണം n നിർബന്ധമായിട്ടും n മാറും, പോസിറ്റീവ് ആണ്. ഓക്കെ, ഇപ്പോ NCR ഇല്ലേ, NCRൽ n മാറും, നിർബന്ധമായിട്ടും പോസിറ്റീവ് ആവണം. ആറിന് ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. 0 മുതൽ n വരെ ആവാൻ പാടുള്ളൂ. അഥവാ 7CR എന്ന് പറഞ്ഞാൽ R എന്തൊക്കെ സ്വീകരിക്കുക? R 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം, 7 ആവാം, 8 ആവാൻ പാടില്ല. ഓക്കെ,
അപ്പോൾ ഈ നെഗറ്റീവ് വാല്യൂ എടുക്കാൻ പാടില്ല. Therefore n is equal to 10. നോക്കൂ, np5 is equal to 42 np3 എന്ന ചോദ്യം വന്നാൽ നമ്മൾ അതിന്റെ വൃത്തിയൊക്കെ എഴുതി n factorial by n minus 5 factorial is equal to 42 into np3. np3 means n factorial by n minus 3 factorial. ഇനി ഇതെല്ലാം ഒരു സൈഡ് കൊണ്ടുവരുമ്പോൾ ഈ n factorial കട്ട് ചെയ്ത് പോയി, ബാക്കി n minus 3 by n factorial ആയി. ഇനി ഇതിനെ വലുതിനെ ചെറുതിന്റെ ഫോർമാറ്റിൽ മാറ്റി എഴുതി വെട്ടിക്കളഞ്ഞപ്പോൾ n minus 4 into n minus 3 equal to 42 വന്നു. ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി n is equal to 10 എന്നുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം നോക്കൂ. Five into 4pr equal to 6 into 5pr minus 1. 6 into 5pr 5 into 4pr is equal to 6 into 5pr minus 1. ചെയ്തു നോക്കാം. 5 into what is 4pr? 4 factorial by 4 minus r factorial equal to 6 into and the 5pr minus 1, 5 factorial divided by 5 minus r minus 1 factorial. Okay, that is equal to 5 into 4 factorial by 4 minus r factorial is equal to 6 into 5 factorial divided by 5 minus r minus 1. Therefore 6 minus r factorial ഇങ്ങനെയായി മാറി. ഓക്കെ, ഇനി നമുക്ക് ഈ 6 minus r factorial അങ്ങോട്ടും ഇതിനെ അങ്ങോട്ടും കൊണ്ടുപോകാം. അപ്പോൾ 6 minus r factorial divided by 4 minus r factorial is equal to 6 into 5 factorial divided by 5 into 4 factorial. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റം വരുത്തി എഴുതാം. ഈ എന്താണ് 5 factorial? 6 into 5 factorial 4 factorial ഫോർമാറ്റ് എഴുതുമ്പോൾ 4 factorial into 5 divided by 5 into 4 factorial. ഇതും വെട്ടിക്കളഞ്ഞു. That is equal to 6 എന്ന് കിട്ടി. അപ്പോൾ എന്താ കിട്ടിയ അറിയോ? Therefore 6 minus r factorial divided by 4 minus r factorial is equal to 6. ഓക്കെ, ഇനി വലുതിനെ ചെറുതിന്റെ ഫോർമാറ്റിൽ മാറ്റും. ഇതിൽ വലുതാരാ? ഇത് 4 എന്നാണ് 6 കുറച്ചിരിക്കുന്നത്, ഇത് 6 എന്നാണ് 6 കുറച്ചിരിക്കുന്നത്. അപ്പൊ ഏതാവും വലുതുണ്ടാവുക? ഇതല്ലേ വലുതുണ്ടാവുക. അപ്പൊ അങ്ങനെ വലുതിനെ 4 minus r factorial into ഒന്ന് കൂട്ടി എഴുതുമ്പോൾ ഒന്ന് കൂട്ടുമ്പോൾ into 5 minus r, ഒന്നും കൂടി കൂട്ടുമ്പോൾ into 6 minus r divided by 4 minus r factorial equal to 6. ഈ 4 minus r factorial ഈ 4 minus r factorial വെട്ടിപ്പോയി. ബാക്കി ഉണ്ടാവുക 5 minus r into 6 minus r equal to 6 എന്ന് കിട്ടി. ഓക്കെ, then 5 into 6 30. 5 into minus 5r minus 6r plus r square equal to 6. ആ 6 കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വൃത്തിയാക്കി എഴുതി. r square minus 11r minus plus 24 equal to 0 എന്ന് കിട്ടി. ഇവിടെ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. r is equal to 3 and r is equal to 8. നിങ്ങൾ ഇതേപോലെ സോൾവ് ചെയ്താൽ മതി. r is equal to 3 എന്നും r is equal to 8 എന്നും ആൻസർ കിട്ടും. ഇത് വ്യക്തമാണോ? നോക്കൂ, 5 into 4pr is equal to 6 into 5pr minus 1 ചോദ്യം വന്നപ്പോൾ അതിനെ 5 into 4 factorial by 4 minus r factorial equal to 6 into 5 factorial by 5 minus r minus 1 factorial എഴുതി വെച്ചു. ഒന്ന് വൃത്തിയാക്കി എഴുതി. ആ 5 minus r plus 1 ആയി. that is equal to 6 minus r factorial. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതിനെ അങ്ങോട്ടും കൊണ്ടുപോയി, ഇതിനെ വെട്ടിക്കളഞ്ഞു. 6 minus r factorial വലുതിനെ ചെറുതിന്റെ ഫോർമാറ്റിൽ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെ 4 minus r factorial into 5 minus r into 6 minus r എഴുതി. divided by 4 minus r factorial. അത് ക്യാൻസൽ ചെയ്തപ്പോൾ that is equal to 6 എന്ന് ആൻസർ കിട്ടി. Therefore 5 minus r into 6 minus r is equal to 6. Therefore 30 minus 5r minus 6r plus r square equal to 6. ആ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യുമ്പോൾ r is equal to 3 എന്നും r is equal to 8 എന്നും ആൻസർ കിട്ടി. ഓക്കെ,
അതുപോലെ നെക്സ്റ്റ് ഒരു ചോദ്യം, ഇതിപ്പോ നമ്മൾ പീന്റെ ചോദ്യങ്ങൾ ചെയ്ത് പെർമ്യൂട്ടേഷന്റെ. ഇതേപോലെ കോമ്പിനേഷന്റെ ചോദ്യം വന്നാൽ എന്ത് ചെയ്യും? നോക്കൂ, NC8 equal to NC2, NC8 is equal to NC2, NC8 is equal to NC2. Then what is the value of N? Then what is the value of N? എന്തായിരിക്കും വരിക? NC8 is equal to NC2, 8 plus 2 equal 10, therefore N is equal to 10. Simple problem. Next problem, 2NC3 is to NC3 equal to 12 is to 1. 2NC3 is to NC3 equal to 12 is to 1. What is the value of N? ഇങ്ങനെ വന്നാൽ 2NC3 is to NC3. ഓക്കെ, അപ്പോൾ 2NC3 by NC3 equal to 12 by 1. What is 2NC3? 2n factorial divide, ഇവിടെ എന്ത് സ്ഥാനം 2n ആണ്, 2n factorial by ഇത് 2 into NC3 അല്ല, ഇത് 2NC3 ആണ്. 2n factorial divided by 3 factorial into 2n minus 3 factorial whole divided by NC3. NC3 എന്ന് പറഞ്ഞാൽ n factorial divided by 3 factorial into n minus 3 factorial equal to 12 by 1. ഇത് ഞാൻ റെസിപ്രോക്കൽ എടുത്ത് മേൽക്ക് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ സംഭവിക്കുക എന്താ ചോദിച്ചാൽ 2n factorial divided by 3 factorial into 2n minus 3 factorial into ഈ 3 factorial into n minus 3 factorial divided by n factorial equal to 12 by 1. ഈ 3 factorial ഓട്ടോമാറ്റിക്കലി വെട്ടിപ്പോയി. ബാക്കി ഈ 2n factorialനെ ഈ താഴത്തിന്റെ ഫോർമാറ്റിൽ മാറ്റം വരുത്താൻ പോവാണ്. മാറ്റം വരുത്തുമ്പോൾ 2n minus 3 factorial താഴത്തിന്റെ ഫാക്ടോറിയൽ into ഇനി കൂട്ടി എഴുതുമ്പോൾ 2n minus 3 ഒന്ന് കൂട്ടുമ്പോൾ 2n minus 2 ഒന്നുകൂടി കൂട്ടുമ്പോൾ 2n minus 1 ഒന്നുകൂടി കൂട്ടുമ്പോൾ 2n ഇനി കൂട്ടണ്ട, ഈ ഭാഗത്തേക്ക് എഴുതി വെക്കാം. അഥവാ ഈ 2n ഫാക്ടോറിയലിനെ താഴത്തിന്റെ ഫോർമാറ്റിൽ മാറ്റാൻ പോവുകയാണ്. മാറ്റുമ്പോൾ 2n ഫാക്ടോറിയലിനെ 2n minus 3 factorial into 2n minus 2 into 2n minus 1 into 2n divided by 2n minus 3 factorial into ഇത് റെസിപ്രോക്കൽ, ഈ n minus 3 factorial n factorial ഉണ്ട്. ഈ n factorialനെ ഇതിന്റെ ഫോർമാറ്റിൽ മാറ്റണം. അപ്പോൾ കാരണം അതാണ് വലുത്, ഈ n minus 3 ചെറുതും n factorial വലുതുമാണ്. അപ്പോൾ n minus 3 factorial മുകളിൽ എഴുതി താഴത്തെ n factorialനെ n minus 3 factorial into n minus 2 into n minus 1 into n equal to 12 by 1. Okay, ഈ 2n minus 3 ഇത് വെട്ടിപ്പോയി, ഈ n minus 3 ഇത് വെട്ടിപ്പോയി. ബാക്കി ആരൊക്കെ ഉണ്ടാവുക? 2n minus 2 into 2n minus 1 into 2n divided by n minus 2 into n minus 1 into n equal to 12 by 1. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഈ എന്നും വെട്ടിപ്പോയി, എന്നും വെട്ടിപ്പോയി. ബാക്കി ഉണ്ടാവുക ഇവിടുന്ന് 2 പുറത്തെടുത്തു, ഇവിടുന്ന് 2 പുറത്തെടുത്തു. ബാക്കി ഉണ്ടാവുക 2 into n minus 1 into 2n minus 1 into 2. ഈ 2 ഇവിടെ തന്നെ, ഇവിടെ 2 പുറത്തെടുത്തു കാരണം ഇവിടെ n minus 1 ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ബാക്കി n minus 2 into n minus 1 equal to 12 by 1. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ n minus 1 ഉം n minus 1 വെട്ടിപ്പോയി. ബാക്കി ഉണ്ടാവുക 2 into 2 4 into 2n minus 1 divided by n minus 2 equal to 12 by 1. ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 1 into, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 into 2n 8n minus 4 equal to 12 into, നോക്കൂ, 4 into 2n minus 1 equal to 12 into n minus 2.
4 into 2n എന്ന് പറയുമ്പോൾ that is 8n. 8n minus 4 equal to 12n minus 24. ഓക്കെ, ഞാൻ എല്ലാം ആ ഭാഗത്ത് കൊണ്ടുപോകാൻ പോകണം, അല്ലെങ്കിൽ 8n അങ്ങോട്ടും 24 ഇങ്ങോട്ടും കൊണ്ടുപോകും. അപ്പൊ 8n minus 12n എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥലം അതിന്റെ പേര് ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. 8n minus 12n 4n. 4n is equal to 20 എന്ന് കിട്ടും. Therefore n is equal to 5 എന്ന് കിട്ടി. നോക്കൂ, 2nc3 is to nc3 equal to 12 is to 1 എന്നുള്ള ആ ചോദ്യം 2nc3 by nc3 equal to 12 by 1. 2nc3 നെ 2n factorial divided by 3 factorial into 2n minus 3 factorial all divided by nc3. nc3 means n factorial all divided by 3 factorial into n minus 3 factorial. ഇത് റെസിപ്രോക്കൽ ആയിട്ട് മേലെ കൊണ്ടുപോയി. ഇത് 3 factorial 3 factorial വെട്ടിക്കളഞ്ഞ് വൃത്തിയായി എഴുതിയ ഫോർമാറ്റ് ആണ് ഇത്. ഇനി അതിനുശേഷം ഈ 2n factorialനെ ഈ താഴത്തിന്റെ ഫാക്ടോറിയലിന്റെ ഒരു മൾട്ടിപ്പിൾ ആക്കി എഴുതി. 2n minus 3 factorial ഇനി കൂട്ടി എഴുതി 2n minus 2 ഒന്നിനെ കൂട്ടി എഴുതി 2n minus 1 into 2n divided by 2n minus 3 factorial. അതുപോലെ ഇവിടെ വലുത് n factorial ആണ്. അപ്പോൾ n factorialനെ ഇതിന്റെ ഫോർമാറ്റിൽ മാറ്റി എഴുതി. n minus 3 factorial divided by n minus 3 factorial into n minus 2 into n minus 1 into n. അതുപോലെ n minus 3 factorial n minus 3 factorial വെട്ടിപ്പോയി. ഇവിടെ 2n minus 3 factorial 2n minus 3 factorial വെട്ടിപ്പോയി. ബാക്കിയുള്ള ആൻസർ ആണ് 2n minus 2 into 2n minus 1 into 2n divided by n minus 2 into n minus 1 into n equal to 12 by 1. ആ n ഉം n ക്യാൻസൽ ആക്കി പോയി. അവിടുന്ന് 2 പുറത്തെടുത്തു, വെട്ടിക്കളഞ്ഞു. n minus 1 ഉം n minus 1 വെട്ടിക്കളഞ്ഞു. ലാസ്റ്റ് ആൻസർ 8n minus 4 equal to 12n minus 24 ആയി. അവിടുന്ന് n എല്ലാം ഒരു ഭാഗത്തേക്കും കോൺസ്റ്റൻസ് മറ്റേ ഭാഗത്തും കൊണ്ടുപോയിട്ട് n കണ്ടെത്തിയപ്പോൾ n is equal to 5 എന്ന ആൻസർ കിട്ടി. ഇതാണ് ഇപ്പോഴത്തെ മനസ്സിലാക്കേണ്ട. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് പ്രോബ്ലം. ഇതേ ചോദ്യം നമ്മൾ ഇവിടെ 11:1 ആയിട്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ചോദിക്കുന്ന അടുത്ത ടൈപ്പ് ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വാക്ക് തന്നു, മാത്സ്. മാത്സ് അതല്ലെങ്കിൽ ഒന്നുകൂടി മാത്സിക്. ഈ വാചകം അർത്ഥം ഉണ്ടോ നിങ്ങൾക്ക് അറിയില്ല. ഒത്തിരി വാചകം മാത്സിക്. ഈ വാചകം തന്നിട്ട് ഇതുകൊണ്ട് ഇത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 ലെറ്റേഴ്സ്. ഈ ചോദ്യം നന്നായി ശ്രദ്ധിക്കണം. ഇവിടെ മൊത്തം 7 ആൾക്കാരുണ്ട്. അത് മനസ്സിലാകാൻ വേണ്ടിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. ഓക്കെ, മാത്സിക് 7 ആൾക്കാർ. ഇതുകൊണ്ട് എത്ര 3 ഡിജിറ്റ് വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? എത്ര 3 ഡിജിറ്റ് വേർഡ്സ് വിത്തൗട്ട് റിപ്പീറ്റേഷൻ. വിത്തൗട്ട് റിപ്പീറ്റേഷൻ എങ്ങനെ എഴുതുന്നത് കേട്ടോ? വിത്തൗട്ട് റിപ്പീറ്റേഷൻ പാടില്ല. നമുക്ക് 6 എഴുതിയാൽ മതി. റിപ്പീറ്റേഷൻ പാടില്ല. 3 ഡിജിറ്റ് വേർഡ് ഉണ്ടാക്കണം. അത് എന്തുണ്ടാകാൻ പാടില്ല? റിപ്പീറ്റേഷൻ പാടില്ല. നെക്സ്റ്റ് ഇതേ ചോദ്യം തന്നെ, എത്ര 3 ഡിജിറ്റ് വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? റിപ്പീറ്റേഷൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് എത്ര 4 ഡിജിറ്റ് വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? റിപ്പീറ്റേഷൻ പാടില്ല. എത്ര 4 ഡിജിറ്റ് വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? റിപ്പീറ്റേഷൻ പറ്റും. എത്ര 4 ഡിജിറ്റ് വേർഡ്സ് റിപ്പീറ്റേഷൻ പാടില്ല. പക്ഷെ ഫസ്റ്റ് ലെറ്റർ സി ആവണം. നെക്സ്റ്റ് എത്ര 4 ഡിജിറ്റ് വേർഡ്സ് റിപ്പീറ്റേഷൻ പറ്റും? ഫസ്റ്റ് ലെറ്റർ സി ആവണം. 1 2 3 4 5 6 ചോദ്യങ്ങൾ. മാത്സിക് എന്നുള്ള വാക്ക് എത്ര 3 ഡിജിറ്റ് വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? റിപ്പീറ്റേഷൻ പറ്റാതെ. 3 ഡിജിറ്റ് വേർഡ് അല്ലേ? ഓക്കെ, അങ്ങനെ 3 ബോക്സ് വരച്ചു. 3 ബോക്സ് വരച്ചിട്ട് ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6 7 ആൾക്കാരുണ്ട്.
എത്ര 3 ഡിജിറ്റ് വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? 3 ഡിജിറ്റ് അല്ല, 3 ലെറ്റർ വേർഡ് കേട്ടോ, മാറിപ്പോയതാ, അതൊന്നും വിഷയമല്ല. 3 ലെറ്റർ വേർഡ് ഉണ്ടാക്കാൻ പറ്റും. റിപ്പീറ്റേഷൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഏത് ലെറ്റർ ആണെങ്കിലും ഇതിൽ എം എടുക്കുക, എ എടുക്കുക, ടി എടുക്കുക, എച്ച് എടുക്കുക, എസ് എടുക്കുക, ഐ എടുക്കുക, സി എന്ത് വേണമെങ്കിലും എടുത്തൂടെ. ഇവിടെ എത്ര പോസിബിലിറ്റി ഉണ്ട്? നിങ്ങൾക്ക് 7 പോസിബിലിറ്റി ഉണ്ട്. അഥവാ 7 എണ്ണത്തിലെ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക. അഥവാ 7 പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു. എച്ച് ആണ് വിചാരിക്കും, എച്ച് അല്ല, എച്ച് ആണ് വിചാരിക്കും. ഇനി റിപ്പീറ്റേഷൻ പാടില്ല. ഇനി എച്ച് എവിടെ ഉപയോഗിക്കാൻ പാടില്ല? ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഒരു പോസിബിലിറ്റി കുറഞ്ഞു. നിങ്ങൾക്ക് അടുത്ത് സെലക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കുറഞ്ഞു. ഇനി ബാക്കി നിങ്ങൾക്ക് ഇവിടെ ബാക്കി എത്ര ലെറ്റർ ഉണ്ട്? 6 ലെറ്റർ ഉണ്ട്. 6 എണ്ണത്തിൽ ഇഷ്ടമുള്ള വെച്ചൂടെ 6. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? ഇനി ബാക്കി നിങ്ങൾക്ക് ഒന്നും കൂടി കൊടുത്തു. ബാക്കി നിങ്ങൾക്ക് 5 എണ്ണം ഉണ്ട്. ഇഷ്ടമുള്ള കൊടുക്കുക. 7 × 6 × 5. ഓക്കെ, ഇത് നമ്മൾ സാധാരണ വിളിക്കുക 7. റിപ്പീറ്റേഷൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ, റിപ്പീറ്റേഷൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ സാധാരണ പെർമ്യൂട്ടേഷനിലേക്കാണ് പോവുക. ഓക്കെ, അത് 7p3 ആണ് ഇതിന് കറക്റ്റ് ആൻസർ. 7p3 എന്ന് പറഞ്ഞാൽ മൊത്തം 7 ആൾക്കാരുണ്ടാകും. അതിന് 3 ആൾക്കാർ 3 ഡിജിറ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ആൻസർ 7p3. 7p3 എഴുതി വെക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ബോക്സ് വരച്ച് 7 × 6 × 5 എന്ന് എഴുതി വെക്കുക. നെക്സ്റ്റ് പ്രോബ്ലം, ഹൗ മെനി 3 ഡിജിറ്റ് വേർഡ് വിത്ത് റിപ്പീറ്റേഷൻ. വിത്ത് റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താവൂല? അത് പെർമ്യൂട്ടേഷൻ ആവൂല. ഓക്കെ, വിത്ത് ഹൗ മെനി 3 ഡിജിറ്റ് വേർഡ് വിത്ത് റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ബോക്സ് വരച്ച് തന്നെ വേണം ചെയ്യാൻ. ബോക്സ് വരച്ച് ഇവിടെ എത്ര പോസിബിലിറ്റി ഉണ്ട്? ഇതിൽ 6 വേണമെങ്കിലും ഇവിടെ ആവാം. 7 പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ എച്ച് ആണ് എടുക്കുന്നത് വിചാരിച്ചോ. ഇനി എച്ച് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇവിടെ ഉപയോഗിക്കാം, കാരണം റിപ്പീറ്റേഷൻ പറ്റും. ഇവിടെയും 7 പോസിബിലിറ്റി ഉണ്ട്, ഇവിടെയും 7 പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആൻസർ ഈസ് 7³ Okay, next problem, how many 4-digit word without repetition? Repetition പാടില്ല. Repetition പാടില്ലെങ്കിൽ ഇവിടെ എത്ര പോസിബിലിറ്റി ഉണ്ട്? ഇവിടെ മൊത്തം 7 ആൾക്കാരുണ്ട്. 7 ആൾക്കാരിൽ 6 വേണമെങ്കിൽ എടുക്കാം. റിപ്പീറ്റേഷൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എച്ച് എടുത്ത് വിചാരിക്കുക, ഇനി എച്ച് നിങ്ങൾക്ക് പറ്റില്ല, ഇനി നിങ്ങളുടെ കയ്യിൽ എച്ച് ഇല്ല. അപ്പൊ അങ്ങനെ എത്ര ആൾക്കാരേ ഉള്ളൂ? 6 ആൾക്കാരേ ഉള്ളൂ. നിങ്ങൾ 6 പോസിബിലിറ്റി അവിടെ ഉള്ളൂ. ഒന്നുകൂടി ഇവിടെ സെലക്ട് ചെയ്താൽ പിന്നെ ബാക്കി 5 പോസിബിലിറ്റി ഉള്ളൂ, 4 പോസിബിലിറ്റി ഉള്ളൂ. 7 × 6 × 5 × 4. ഇത് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ എഴുതിയാൽ മതി 7p4 എന്ന് എഴുതിയാൽ മതി. മൊത്തം 7 ആൾക്കാരിൽ നിന്ന് 4 ആൾക്കാർ ചൂസ് ചെയ്യുക. 7p4 ആണ് കറക്റ്റ് ആൻസർ. ആൻസർ 7p4. ഓക്കെ, 7p4 ആണോ? ഹൗ മെനി 4-digit വേർഡ്സ്? ഓക്കെ, ഇതാകുമ്പോൾ എത്ര എടുത്ത് നമ്മള് ഹൗ മെനി 3-digit വേർഡ്. അപ്പോൾ 7p3. ഇതാകുമ്പോൾ ഹൗ മെനി 7 × 6 × 5 × 4. ഓക്കെ, 7p4 ശരിയല്ലേ? ഇനി നെക്സ്റ്റ് പ്രോബ്ലം, how many 4-digit word without repetition പാടില്ല. റിപ്പീറ്റേഷൻ പാടില്ല. ഓക്കെ, അപ്പൊ മൊത്തം 4 ബോക്സ് വരച്ചു. 4 ബോക്സ് വരച്ചു. 4 ബോക്സ് വരച്ചതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണത്, വെയിറ്റ്. ഓക്കെ, 4 ബോക്സ് വരച്ചു. 4-digit word without repetition. First letter is C. 4 ബോക്സ് ഉണ്ട്, റിപ്പീറ്റേഷൻ പാടില്ല. ഓക്കെ, പെർമ്യൂട്ടേഷൻ ആണ് പോകുന്നത്. ഫസ്റ്റ് ലെറ്റർ സി ആവണം നിർബന്ധം. ഇവിടെ സി ആവണം നിർബന്ധം. അപ്പൊ ഇതില് ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ. ആര് മാത്രം? സി മാത്രം. ഇനി റിപ്പീറ്റേഷൻ പാടില്ല. അവിടെ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ. ആര് മാത്രം? സി മാത്രം. ഇവിടെ ഒരു പോസിബിലിറ്റി. ഇനി നിങ്ങൾക്ക് അപ്പൊ സി എടുത്തു കഴിഞ്ഞു കേട്ടോ. ഈ സി എടുത്തു കഴിഞ്ഞു. ഈ ബാക്കി എത്ര ആൾക്കാരുണ്ട്? 6 ആൾക്കാർ. അവിടെ 6 പോസിബിലിറ്റി, 5 പോസിബിലിറ്റി, 4, 3. ഇനി ഹൗ മെനി 4-digit ലെറ്റർ? ഫസ്റ്റ് ലെറ്റർ സി വിത്ത് റിപ്പീറ്റേഷൻ. അവിടെ ഒരു പോസിബിലിറ്റി ഉള്ളൂ, സി മാത്രം. ഇനി ഇവിടെ എത്ര പോസിബിലിറ്റി ഉണ്ട്? ഇതിൽ 6 വേണമെങ്കിൽ ആയിക്കൂടെ, സി എന്നെ ഇനി വേണമെങ്കിൽ ആയിക്കൂടെ. 7 പോസിബിലിറ്റി ഉണ്ട്, കാരണം റിപ്പീറ്റേഷൻ പറ്റും. 7. ആൻസർ ഈസ് 7³ ഓക്കെ. ഇനി നിങ്ങൾക്ക് 0, 1, 2, 3, 4 5 ഡിജിറ്റ് തന്നു. ഇതുകൊണ്ട് എത്ര
3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും? എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും? ചോദ്യം വിത്തൗട്ട് റിപ്പീറ്റേഷൻ. വിത്തൗട്ട് റിപ്പീറ്റേഷൻ. നെക്സ്റ്റ്, ഹൗ മെനി 3 ഡിജിറ്റ് വിത്ത് റിപ്പീറ്റേഷൻ? റിപ്പീറ്റേഷൻ ഉൾപ്പെടെ എത്ര ആൾക്കാർ ഉണ്ടാക്കാൻ പറ്റും? ഈ രണ്ട് ചോദ്യം മതി. ഹൗ മെനി, ഇനി അതല്ലെങ്കിൽ നെക്സ്റ്റ്, ഹൗ മെനി 3 ഡിജിറ്റ് ഈവൻ നമ്പർ? ഹൗ മെനി, ഇപ്പൊ 0 അല്ല വിചാരിച്ചു. ഹൗ മെനി 3 ഡിജിറ്റ് ഈവൻ നമ്പർ? ഹൗ മെനി 3 ഡിജിറ്റ് ഈവൻ നമ്പർ? ഈ 3 ചോദ്യം ചെയ്യാം. 3 ഡിജിറ്റ് വിത്തൗട്ട് റിപ്പീറ്റേഷൻ. 3 ഡിജിറ്റ് അല്ലേ, വിത്തൗട്ട് റിപ്പീറ്റേഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ 5p3 ആയിരിക്കും ആൻസർ. 5p3. വിത്ത് റിപ്പീറ്റേഷൻ ആകുമ്പോൾ എന്താ നമുക്കറിയില്ല, ആൻസർ അറിയാം, അത് 5³ ആണ്. പക്ഷെ അങ്ങനെ ഒറ്റടി എഴുതി വെക്കണ്ട. 5p3 എങ്ങനെ ചെയ്യും? 3 ഡിജിറ്റ് എന്ത് വന്നാലും ബോക്സ് വരച്ചാൽ സിമ്പിൾ ആണ്. അതൊക്കെ 3 ഡിജിറ്റ് അല്ലേ? ഹൗ മെനി 3 ഡിജിറ്റ് വിത്തൗട്ട് റിപ്പീറ്റേഷൻ? റിപ്പീറ്റേഷൻ പാടില്ല. ഇവിടെ എത്ര പോസിബിലിറ്റി ഉണ്ട്? ഇതിൽ 6 വേണമെങ്കിൽ ഇവിടെ ആയിക്കൂടെ? മൊത്തം 5 പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പൊ ഈ 3 ആണ് അവിടെ ഉപയോഗിക്കുന്നത് വിചാരിക്കും. ഇനി 3 എന്ത് ചെയ്യാൻ പാടില്ല? അടുത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ബാക്കി എത്ര പോസിബിലിറ്റി നമുക്കുള്ളൂ? 4 പോസിബിലിറ്റി ഉള്ളൂ. അതിലിപ്പോ 2 ആണ് അവിടെ ഉപയോഗിച്ചത് വിചാരിക്കും. ഇവിടെ അപ്ലൈ നമ്പർ 2 ആണെന്ന് വിചാരിക്കും. ബാക്കി നിങ്ങൾക്ക് 3 പോസിബിലിറ്റി ഉള്ളൂ. അപ്പൊ 5 × 4 × 3. ഓക്കെ. ഡിജിറ്റ് വിത്ത് റിപ്പീറ്റേഷൻ ആണെങ്കിലോ ഇവിടെ നിങ്ങൾക്ക് ഇതിൽ 6 ആണെങ്കിലും ഉപയോഗിക്കാം. 5 പോസിബിലിറ്റി ഉണ്ട്. അടുത്ത വീണ്ടും ഇതിൽ 6 ആണെങ്കിലും ഉപയോഗിക്കാം. 5 പോസിബിലിറ്റി ഉണ്ട്. ഇനി വീണ്ടും ഇതിൽ 6 ആണെങ്കിലും ഉപയോഗിക്കാം. 5 പോസിബിലിറ്റി ഉണ്ട്. 5 × 5 × 5. 3 ഡിജിറ്റ് ഈവൻ നമ്പർ. ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷൻ അധികം വന്നു. അവസാന നമ്പർ ഈവൻ നമ്പർ ആവണം. അപ്പോൾ ഈവൻ നമ്പർ ആവുക, അവിടെ ഈവൻ നമ്പർ ആവും 2 പോസിബിലിറ്റി ഉള്ളൂ. ഒന്നില്ലെങ്കിൽ 2 ആവാം, അല്ലെങ്കിൽ 4 ആവാം. അവിടെ 2 പോസിബിലിറ്റി ഉള്ളത്. ഈ 2 പോസിബിലിറ്റി എടുക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ 2 അല്ലെങ്കിൽ 4 ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ 4 ആണ് ഇവിടെ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ. ബാക്കി എത്ര പോസിബിലിറ്റി ഉണ്ട്? ഹൗ മെനി 3 ഡിജിറ്റ് ഈവൻ നമ്പർ വിത്ത് റിപ്പീറ്റേഷൻ? സോറി, വിത്തൗട്ട് റിപ്പീറ്റേഷൻ. ഇനി റിപ്പീറ്റേഷൻ പാടില്ല. അപ്പോൾ ബാക്കി എത്ര പോസിബിലിറ്റി ഉണ്ട്? 4 പോസിബിലിറ്റി ഉണ്ട്. കാരണം 4 ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഈ 2 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും ഇവിടെ വെക്കായിരുന്നു. അതിൽ ഏതെങ്കിലും ഒന്നല്ലേ വെക്കുള്ളൂ. 2 പോസിബിലിറ്റി ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നല്ലേ വെക്കുള്ളൂ. അപ്പൊ 2 കഴിഞ്ഞു, 4 അവിടെ വെച്ച് കഴിഞ്ഞു. ബാക്കി 1, 2, 3, 4 പോസിബിലിറ്റി. 4 ബാക്കി 3. ഇത് വിത്ത് റിപ്പീറ്റേഷൻ ആണെങ്കിലോ, വിത്ത് റിപ്പീറ്റേഷൻ ആണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവും? 5, 5. ഓക്കെ. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മാത്സ് എന്നുള്ള ഒരു വേർഡ് തന്നു. ഈ വേർഡിലെ അക്ഷരങ്ങളെ വെച്ച് എത്ര ഡിഫറെന്റ് വേർഡ്സ് ഉണ്ടാക്കാം? ഈ വേർഡിലെ ലെറ്ററുകൾ മുഴുവനായിട്ട് ഉപയോഗിക്കണം. ഓക്കെ. അപ്പൊ അതില് ഇപ്പോ മാത്സ എന്നുള്ള വാചകമാണെങ്കിൽ 2 വട്ടം ഉപയോഗിക്കേണ്ടി വരും. മാത്സ എന്നുള്ള വാചകമാണെങ്കിൽ 2 വട്ടം ഉപയോഗിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇതിൽ ആരൊക്കെ ഉണ്ടോ അതിലുള്ള മുഴുവൻ ആൾക്കാർ ഉപയോഗിക്കണം. അങ്ങനെ എത്ര ഡിഫറെന്റ് രൂപത്തിലുള്ള വാചകങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാം ഒന്ന് ഞാൻ പറയാം. ഇതാ ഇതുണ്ടായിക്കൂടെ? അങ്ങനെ ഇത് വെച്ച് എത്ര ഡിഫറെന്റ് വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ ബോക്സ് വരയ്ക്കുക. 5, 1, 2, 3, 4, 5. ഇവിടെ ഇതിൽ ഏത് ലെറ്റർ വേണമെങ്കിലും ഇവിടെ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ എത്ര പോസിബിലിറ്റി ഉണ്ട്? 5 പോസിബിലിറ്റി ഉണ്ട്. അവിടെ എ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് വിചാരിക്കുക. ബാക്കി ഇനി ഇവിടെ എത്ര പോസിബിലിറ്റി ഉണ്ട്? ഇനി ഇവിടെ എ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഒരു പ്രത്യേകം പറഞ്ഞപ്പോൾ ഇതിൽ ലെറ്റേഴ്സ് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എ ഇനി പുറത്തുനിന്ന് എടുക്കാൻ പാടില്ല. അവിടെ ആ ഒറ്റ എ ഉള്ളൂ. ഇനി ബാക്കി എത്ര പോസിബിലിറ്റി ഉണ്ട്? 4 പോസിബിലിറ്റി. ഇനി ബാക്കി എത്ര പോസിബിലിറ്റി ഉണ്ട്? 3 പോസിബിലിറ്റി. ഇത് കൊടുത്തു. ഇനി ബാക്കി എത്ര പോസിബിലിറ്റി ഉണ്ട്? 2 പോസിബിലിറ്റി. അഥവാ ആൻസർ 5 ഫാക്ടോറിയൽ. അഥവാ മാത്സ് എന്നുള്ള വാചകം കൊണ്ട് എത്ര ഡിഫറെന്റ് ലെറ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റും ചോദിച്ചാൽ ആൻസർ 5 ഫാക്ടോറിയൽ ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ആൻസർ 5p5. ആൻസർ 5p5. 5 എണ്ണം ഉള്ള ലെറ്റേഴ്സ് 5 എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് വെച്ച് എങ്ങനെയല്ല, ഈ ലെറ്റേഴ്സ് കൊണ്ട് എത്ര 3 ലെറ്റർ വേർഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ചോദ്യം. ഇതുകൊണ്ട് ഇങ്ങനത്തെ വാചകം ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. മുഴുവനായിട്ട് അപ്ലൈ ചെയ്യണം.
ഈ ഇതൊന്നും പറ്റൂല. എടുക്കുകയാണെങ്കിൽ മുഴുവൻ ലെറ്റേഴ്സ് ഉപയോഗിക്കണം. അങ്ങനെ 5 ലെറ്റേഴ്സ് നിന്ന് 5 എടുത്തിട്ട് എത്ര ആൾക്കാർ ഉണ്ടാക്കാം? 5p5. What is 5p5? 5 factorial by 5 minus 5 factorial, that is equal to 5 factorial by 0 factorial, that is 5 factorial by 1, that is equal to 5 factorial. ഒന്നില്ലെങ്കിൽ ഒറ്റടിക്ക് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ബോക്സ് വരച്ച് എഴുതി വെക്കുക. ബോക്സ് വരക്കാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. സംശയങ്ങളൊന്നുമില്ല, ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം. കെമിസ്ട്രി എന്നുള്ള ലെറ്റേഴ്സിലെ വേർഡ്സിലെ ലെറ്റേഴ്സ് കൊണ്ട് എത്ര പെർമ്യൂട്ടേഷൻസ് ഉണ്ടാക്കാൻ പറ്റും, എത്ര ഡിഫറെന്റ് വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? ഓക്കെ, 1 2 3 4 5 6 7 8 9 ഒറ്റടിക്ക് പറയാൻ പറ്റും. ആൻസർ 99, that is equal to 9 factorial ആണ്. അല്ലെങ്കിൽ ബോക്സ് വരച്ചോളി. ഓക്കെ, ഇവിടെ മൊത്തം 9 ആൾക്കാരുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. 9 പോസിബിലിറ്റി ഉണ്ട്. ഞാൻ സപ്പോസ് ഈ ആണ് ഇവിടെ അപ്ലൈ ചെയ്ത് വിചാരിക്കും. ഇനി ബാക്കി എത്ര പോസിബിലിറ്റി ഉണ്ട്? 1 2 3 4 5 6 7 8 പോസിബിലിറ്റി ഉണ്ട്. 8 7 6 5 4 3 2 1. നോക്ക്, ആൻസർ ഈസ് 9 ഫാക്ടോറിയൽ. നേരെ മറിച്ച് ഇതേ ചോദ്യം ഇങ്ങനെയാണെങ്കിലോ, കെമിസ്ട്രി എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സ് കൊണ്ട് എത്ര വേർഡ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും? പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം, ഫസ്റ്റ് ലെറ്റർ എം ആവണം, ലാസ്റ്റ് ലെറ്റർ ആർ ആവണം. ഫസ്റ്റ് ലെറ്റർ എം ആവണം, ലാസ്റ്റ് ലെറ്റർ ആർ ആവണം. ബോക്സ് വരക്കാം. ഇങ്ങനെ വരുമ്പോൾ ബോക്സ് നിർബന്ധമാണ്. 1 2 3 4 5 6 7 8 9. ആ ഫസ്റ്റ് ലെറ്റർ എം ആവും നിർബന്ധം. ഒരു പോസിബിലിറ്റി ഈ എം എന്നെ ആവാൻ പാടുള്ളൂ. ഇവിടെ ഒരു പോസിബിലിറ്റി, അവിടെ ആർ എന്നെ ആവാൻ പാടുള്ളൂ. ഇനി എമ്മും ആറും എടുക്കാൻ പാടില്ല. എമ്മും കഴിഞ്ഞു, ആറും കഴിഞ്ഞു. ഓക്കെ, ഇനി ബാക്കി എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 ലെറ്റേഴ്സ് ഉണ്ട്. 7 ലെറ്റേഴ്സ് ഇവിടെ 7 പോസിബിലിറ്റി, 6 പോസിബിലിറ്റി, 5 4 3 2 1. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ബി 1 into 1 into ഇനി ബാക്കി എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6 7 7p7. അതന്നെ എഴുത്. 1 into 1 into 7 ഫാക്ടോറിയൽ. മനസ്സിലായില്ല? കെമിസ്ട്രി എന്നുള്ള വേർഡിലെ ലെറ്റർ കൊണ്ട് എത്ര ഉണ്ടാക്കാൻ പറ്റും? ഹൗ മെനി ലെറ്റർ? ഒരു കണ്ടീഷനും പറഞ്ഞിട്ടില്ല. പിന്നെ പറയുന്നു ഫസ്റ്റ് ലെറ്റർ എം ആവണം, ലാസ്റ്റ് ലെറ്റർ ആർ ആവണം. പിന്നെ പറയുന്നു വൗവൽസ് എക്സാക്ട്ലി 3 letters between M and R. എമ്മിന്റെ മാറിനടക്ക് എക്സാക്ട്ലി 3 ലെറ്റർ മാത്രമേ പറ്റുള്ളൂ. പിന്നെ പറയാണ് vowels occur together. Vowels occur together. ഓക്കെ, ചെയ്തോ. ഇതുകൊണ്ട് എത്ര ലെറ്റർ ഉണ്ടാക്കാൻ പറ്റും? ബോക്സ് വരച്ചു. 1 2 3 4 5 6 7 8 9. കെമിസ്ട്രി എന്നുള്ള വാചകമുണ്ട്. ഹൗ മെനി ലെറ്റേഴ്സ്? അവിടെ എത്ര പോസിബിലിറ്റി ഉണ്ട്? ഒരു കണ്ടീഷനും പ്രത്യേകമല്ല. ഇവിടെ എത്ര പോസിബിലിറ്റി ഉണ്ട്? നിങ്ങൾക്ക് ഇതിൽ 1 2 3 4 5 6 7 8 9 പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ 9 പോസിബിലിറ്റി ഉണ്ട്, 9 ബോക്സ് ഉണ്ട്. അപ്പൊ ഒറ്റയ്ക്ക് ആൻസർ എഴുതി വെക്കാനുള്ളേ ഉള്ളൂ. ആൻസർ 9p9 ഈക്വൽ ടു 9 ഫാക്ടോറിയൽ ആയിരിക്കും. അല്ലെങ്കിൽ നോക്കിക്കോ, ഇവിടെ 9 പോസിബിലിറ്റി വരെ ഒന്ന് പോയി, ബാക്കി 8 7 6 5 4 3 2 1. ആൻസർ 9 ഫാക്ടോറിയൽ. പിന്നെ അവർ പറയാണ് ഫസ്റ്റ് ലെറ്റർ 1 2 3 4 5 6 7 8 9. ഫസ്റ്റ് ലെറ്റർ എം ആവണം, ലാസ്റ്റ് ലെറ്റർ ആർ ആവണം. ഇതിവിടെ എം ആവണം, ഇവിടെ ആർ ആവണം. അവിടെ ഒരു പോസിബിലിറ്റി, ഇവിടെ എം ആയി, ഇവിടെ ഒരു പോസിബിലിറ്റി, അപ്പൊ ആറായി. ബാക്കി എത്ര കള്ളികളുണ്ട്?
അപ്പൊ എമ്മും പോയി ആറും പോയി. ബാക്കി എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6 7. ഇതിന് ആൻസർ തിരിച്ചാൽ മതി 1 into 1. അഥവാ 1 into 1 ഇവിടെ 7 ബോക്സ് ഉണ്ട്. 7 ബോക്സ് എന്ന് പറയുമ്പോൾ ബാക്കി 7p7. 1 into 1 into 7p7 that is equal to 1 into that is equal to 7 factorial. അല്ലെങ്കിൽ നോക്ക് ഇവിടെ എമ്മും 6 എടുത്തു. ഇനി ബാക്കി ആരൊക്കെ അവിടെ ബാക്കി 7 പോസിബിലിറ്റി ഉണ്ട്. 6 പോസിബിലിറ്റി 5 4 3 2 1. അപ്പോൾ ആൻസർ സെയിം കിട്ടുക 1 into 1 into 7p7. 7p7 എന്ന് പറഞ്ഞാൽ 7 factorial. അപ്പോൾ ലാസ്റ്റ് ആൻസർ 7 factorial ആവും. നേരെ മറിച്ച് എക്സാക്ട്ലി 3 ലെറ്റേഴ്സ് ബിറ്റ്വീൻ എം ആൻഡ് ആർ. എമ്മിന്റെ ആറിനിടക്ക് എക്സാക്ട്ലി 3 ലെറ്റേഴ്സ് തന്നെ ആവണം. ഇവർ പറയുന്നത് എക്സാക്ട്ലി ഇതല്ലോ, ഇതാണ് എക്സാക്ട്ലി 3 ലെറ്റേഴ്സ് ബിറ്റ്വീൻ എം ആൻഡ് ആർ. എമ്മിന്റെയും ആറിന്റെ ഇടത്ത് എക്സാക്ട്ലി 3 ലെറ്റേഴ്സ് ആവണം. ഓക്കെ, അപ്പൊ ഇവിടെ എമ്മും വന്നു, ഇവിടെ ആറും വന്നു വിചാരിക്കുന്നു. ഇവിടെ എമ്മും വന്നു, ഇവിടെ ആറും വന്നു. 3 ലെറ്റർ എക്സാക്ട്ലി 3 ലെറ്റേഴ്സ് ബിറ്റ്വീൻ എം ആൻഡ് ആർ. ഇങ്ങനെ വന്നാൽ ബാക്കി എത്ര ആൾക്കാരുണ്ട്? ഇവിടെ എമ്മും പോയി ആറും പോയി. ബാക്കി 1 2 3 4 5 6 7 ആൾക്കാരുണ്ട്. ബാക്കി ആൻസർ 7p7 ആയിരിക്കും, അഥവാ 7 ഫാക്ടോറിയൽ. ഓക്കെ, എമ്മും മാറും ഇങ്ങനെ. ഇനി എമ്മും മാറും, ഇവിടെ എമ്മും ഇവിടെ ആറും ആയിക്കൂടെ? അപ്പോഴും കിട്ടൂലേ 7p7. ഓക്കെ, അപ്പോ ചേർത്ത് ചെയ്ത് കേട്ടോ. ഇവിടെ എമ്മും ഇവിടെ ആറും. ഇങ്ങനെ ആകുമ്പോ 1, ഇങ്ങനെ ആകുമ്പോ അതേപോലെ വീണ്ടും 7p7 കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ വീണ്ടും 7p7 കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ ഇവിടെ എമ്മും ഇവിടെ ആറാകുമ്പോൾ വീണ്ടും 7p7 കിട്ടും. ഇവിടെ എമ്മും ഇവിടെ ആറാകുമ്പോൾ വീണ്ടും 7p7 കിട്ടും. എത്ര 7p7 കിട്ടി? 1 2 3 4 5 into 5. അത് മാത്രല്ല, എമ്മ് പടിയും 6 പടിയും വന്നപ്പോഴല്ല എത്രയും പോസിബിലിറ്റി കിട്ടി. എമ്മ് പടി ഇതേ ഈ 5 into 7p7 അതേപോലത്തെ 6 പടിയും എമ്മ പടിയായിട്ട് ഇങ്ങനെ മാറി കളിക്കുമ്പോൾ കിട്ടൂലേ? എമ്മ പടിയും 6 പടിയായിട്ട് ഇങ്ങനെ മാറി കളിക്കുമ്പോഴാണ് ഇത്രയും കിട്ടിയത്. ഇനി 6 ഫസ്റ്റും എമ്മ പടിയായിട്ട് ഇതേപോലെ മാറി കളിക്കുമ്പോൾ ഇതേപോലെ കിട്ടൂലേ? അപ്പൊ into 2 എഴുതി നോക്കുക. into 2 എഴുതാൻ കാരണം ഇങ്ങനെ ആകുമ്പോൾ ഇത്രയും കിട്ടി, തിരിച്ചാകുമ്പോഴും ഇത്രയും കിട്ടും. Therefore 2 into 5 into 7p7. 2 into 5 into 7p7. ഓക്കെ, 7p7 7 ഫാക്ടോറിയൽ ആണ് കേട്ടോ. into 7 ഫാക്ടോറിയൽ. ഇനി വൗവൽസ് occur together. വൗവൽസ് occur together. അപ്പൊ 7 ബോക്സ് വരും. 1 2 3 4 5 6 7 8 9. 9 ബോക്സ് വരച്ചു. അതിൽ വൗവൽസ് ഒക്കെ ഒരുമിച്ച് വേണം. ഇതിൽ വൗവൽസ് ആരൊക്കെ? ഇ ഉണ്ട്, ഐ ഉണ്ട്, 2 വൗവൽസേ ഉള്ളൂ. അപ്പൊ ഇയും ഐയും ഒരുമിച്ച് വേണം. അവിടെ നിൽക്കട്ടെ കേട്ടോ, ആയിട്ടില്ല. ബാക്കി എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6 7 8. സോ 7 ആൾക്കാർ ബാക്കിയുണ്ട്. 7 ആൾക്കാർ ബാക്കിയുണ്ട്. 7 ആൾക്കാരുണ്ട്. ഇവിടെ എത്ര പോസിബിലിറ്റി? ഞാൻ എങ്ങനെയൊക്കെ ചെയ്യാം? ഇവിടെ 7p7 ടൈംസ് എടുത്തൂടെ? അപ്പൊ 7 ഫാക്ടോറിയൽ ഉണ്ടാവൂലേ? 7 ഫാക്ടോറിയൽ 7p7 7 ഫാക്ടോറിയൽ. ഇയും ഫസ്റ്റ് ഇങ്ങനെ ആവും കേട്ടോ. എങ്ങനെ? ഇവിടെ ഇയും ഇവിടെ ഐയും ആവുമ്പോ ഇവിടെ മൊത്തം 7 ഫാക്ടോറിയൽ ഉണ്ട്. ഇനി ഈ ഇയും ഐയും ഇവിടെ ആയിക്കൂടെ? ഒരു ഒരുമിച്ച് വരണമെന്നേ പറയുള്ളൂ. ഈ ഐ ഇവിടെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ. അപ്പൊ എത്ര പോസിബിലിറ്റി ഉണ്ട്? 1 2 3 4 5 6 7 8 into 8. അത് ഇയും ഐയും ഇങ്ങനെ ആവുമ്പോ ഇനി ഐയും ഇയും ആയിക്കൂടത് into 2. ഓക്കെ, ഇനിയാണ് അടുത്തൊരു ചോദ്യം. ഇനി വേറെ നോക്കുക. മാത്തമാറ്റിക്സ് എന്നുള്ള വാചകം കൊണ്ട് എത്ര കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റും? ഒരു കണ്ടീഷനും ഇല്ല കേട്ടോ. മാത്തമാറ്റിക്സ് എന്നുകൊണ്ട് എത്ര പെർമ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ പറ്റും? 1 2 3 4 5 6 7 8 9 10 11.
11 ബോക്സ് വരച്ചു. അതില് ചെയ്യേണ്ടത് 11 ഫാക്ടോറിയൽ അഥവാ 11p11 ഡിവൈഡഡ് ബൈ 11 ഫാക്ടോറിയൽ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ m എത്ര പ്രാവശ്യമുണ്ട്? ഇവിടെ m 2 പ്രാവശ്യമുണ്ട്. 2 ഫാക്ടോറിയൽ ഇൻറ്റു a എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യം. 2 ഫാക്ടോറിയൽ ഇൻറ്റു t എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യം. 2 ഫാക്ടോറിയൽ ഇൻറ്റു h പ്രാവശ്യം. ഓക്കെ, ഇങ്ങനെ വേണം ചെയ്യാൻ. തൊട്ട് മുമ്പ് മാത്സ് എന്നുള്ള വാചകത്തിൽ m ഒരു പ്രാവശ്യം, a ഒരു പ്രാവശ്യം, p ഒരു പ്രാവശ്യം, h ഒരു പ്രാവശ്യം, s ഒരു പ്രാവശ്യമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനല്ല, മാത്തമാറ്റിക്സിൽ m 2 പ്രാവശ്യമുണ്ട്. അപ്പൊ റിപ്പീറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ആ ചാൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ m എത്ര പ്രാവശ്യം ഉണ്ടോ അത്ര 2 ഫാക്ടർ. ഇപ്പൊ m ഇവിടെ ഒരു m കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 3 ഫാക്ടോറിയൽ ആവുമായിരുന്നു. പിന്നെ a 2 പ്രാവശ്യമുള്ളൂ, 2 ഫാക്ടോറിയൽ. ഇവിടെ t 4 t ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ 4 ഫാക്ടോറിയൽ എഴുതുമായിരുന്നു. ഓക്കെ, അപ്പൊ ആ വ്യത്യാസങ്ങളാണ് അവിടെ നിങ്ങൾ നോക്കേണ്ടത്. ഇനി അതിൽ അതേപോലെ വരുന്ന ഒരു വേറെ ഭാഗമാണ് നിങ്ങൾക്ക് ഓർഡറിന് പ്രസക്തി ഇല്ലാത്ത ചോദ്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ കോമ്പിനേഷന്റെ ഭാഗം. ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൽ നിങ്ങൾ 1 2 3 4 5 6 7 ഡോട്ട് വരച്ചു. ഇനി നിങ്ങൾക്ക് എത്ര കോഡ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും? ഇതാ ഒരു കോഡ്, 2 3 4 5 6 ഇത് വെച്ച് 6 കോഡ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇത് വെച്ചിട്ടോ, ഇനി ഇതൊരു കോഡാണ്, ഇനി ഇതൊരു കോഡാക്കി മാറ്റണ്ട. അഥവാ ഓർഡറിന് പ്രസക്തി അവിടെ അല്ല. അപ്പൊ ഇത് വേണ്ട. 1 2 3 4 5 അതും വെച്ച് കഴിയും. ഇത് വെച്ച് നമുക്ക് എടുക്കാം. 1 2 3 4. ഇനി ഇത് വെച്ച് നമുക്ക് എടുക്കാം. 1 2 3. ഇനി നമുക്ക് ഇത് വെച്ചെടുക്കാം. 1 2 ഇത് വെച്ചെടുക്കാം. എത്ര ഉണ്ട്? 6 പ്ലസ് 5, 6 5 11 4 15 3 18 2 20 1 21 പോസിബിലിറ്റി ഉണ്ട്. ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്തോളി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോളി. ഇവിടെ എത്ര കളിയുണ്ട്? 1 2 3 4 5 6 7 കളിയില്ലേ? 7 അറ്റ് എ ടൈം. ഒരു 7C2 എന്ന് പറഞ്ഞാൽ മൊത്തം 7 പോയിന്റ് ഉണ്ട്. ഒരു കോഡ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം 2 പോയിന്റ്സ് കൊണ്ടാണ് ഒരു കോഡ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ 7C2 is equal to 7 factorial by 2 factorial into 7 minus 2 5 factorial. That is 7 factorial divided by 2 1 into 2 into 3 into 4 into 5 into 6 into 7 divided by 1 into 2 into 1 into 2 into 3 into 4 into 5. But 6 into 7 divided by 1 into 2. 3 into 7 is equal to 21. നോക്കാം, 21. അതുപോലെ ഇവിടെ എ ബി ഇവിടെ 1 2 3 4 5 ആൾക്കാരുണ്ട്. ഈ 5 ആൾക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കുകയാണ്. 5ാമത്തെ ആൾ 4 കൈ കൊടുത്തു, ഇയാൾ കൈ കൊടുത്തു, ഇയാൾക്ക് ഷെയ്ക്ക് കൊടുത്തു, ഇയാൾക്ക് ഷെയ്ക്ക്, അങ്ങനെ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഷെയ്ക്ക് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ഷെയ്ക്ക് ഹാൻഡ്? 2 ആൾക്കാർ ചേർത്ത് വെക്കുമ്പോൾ ഒരു ഷെയ്ക്ക് ഹാൻഡ്. അങ്ങനെ എത്ര ഷെയ്ക്ക് ഹാൻഡ് ഉണ്ടായിട്ടുണ്ടാവും? മൊത്തം 5 ആൾക്കാരിൽ അല്ലേ ഉള്ളത്. അപ്പൊ 5C2 ഒരു സമയത്ത് ഒരു ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറയുമ്പോൾ അത് 2 ആൾക്കാരാണ് സെലക്ട് ചെയ്യേണ്ടത്. Therefore answer is 5C2. ഓക്കെ, ഇതാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ.